ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ മംഗലാപുരം സിറ്റിയിലെ സിറ്റി സെൻറ്റർ മോളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? വീട്ടിൽ നിന്നിറങ്ങി നേരെ ഞങ്ങൾ പോയത് ഡീസൽ അടിക്കാനാണ്. ഇന്നത്തെ കർണാടകയിലെ ഡീസൽ റേറ്റ് 87 രൂപ 28 പൈസയാണ്. അങ്ങനെ ഡീസലൊക്കെ അടിച്ച് നേരെ മുന്നോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു മുരിങ്ങമരം ഭ്രാന്ത് പിടിച്ചതുപോലെ പൂത്ത് കായ്ച്ച് കിടക്കുകയാണ്. നിറയെ പൂവും കായും. നമ്മുടെ സാധാരണ വിഷുവിൻ്റെ സമയത്ത് കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെയാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലെ പൂത്ത് കായ്ച്ച് നിൽക്കുന്ന മുരിങ്ങമരം നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. ഈ പമ്പിൽ നിന്നാണ് ഡീസൽ അടിച്ചത്. ഡീസലൊക്കെ അടിച്ച് ഇനി നേരെ മംഗലാപുരം സിറ്റിയിലേക്ക് പോവുകയാണ്. മൂടുബദ്രി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഈ പോകുന്നത്. വലതുവശത്ത് കാണുന്നത് മൂടുബദ്രി മാർക്കറ്റാണ്. മാർക്കറ്റിനോട് ചേർന്നൊരു അമ്പലമുണ്ട്. അമ്പലത്തിലിപ്പം ഒരാഴ്ചത്തെ ഉത്സവ പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെയാണ് ഈ തോരണമൊക്കെ കാണുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലം. നമ്മൾ മംഗലാപുരം സിറ്റി സെന്റർ. ചുമ്മാ ഒന്ന് സിറ്റി സെന്ററൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് വരാം. ഏതാ സിനിമ? ഫസ്റ്റ് എന്നോട് തന്നെ ചോദിക്കുന്നത്. ഞാൻ പോപ്കോൺ കഴിക്കാനാണ് വരുന്നത്. കേരളത്തിൽ ഇപ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മിക്കവാറും സ്ഥലത്ത് റോഡിന് വീതി കൂട്ടുന്ന പണി നടക്കുന്നത് പോലെ തന്നെ ഇവിടെ കർണാടകയിലും മിക്കവാറും എല്ലാ റോഡിനും വീതി കൂട്ടുന്നുണ്ട്. കേരളത്തിലെ മെയിനായിട്ട് നടക്കുന്ന പണി NH66 ആറുവരിയാക്കുക എന്നുള്ളതാണല്ലോ. ഇതിപ്പോൾ NH 169 ആണ്. കാർക്കളയിൽ നിന്ന് മൂടുബദ്രി വഴി മാംഗ്ലൂരിലേക്കുള്ള റൂട്ടാണ്. നേരത്തെ ഇത് 2 വരിയായിരുന്നു. ഇപ്പോൾ 4 വരിയാക്കുന്നതിൻ്റെ പണിയാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ NH66 പണി നടക്കുന്നതിലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇതിൻ്റെ പണി നടക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല ഞാനത് പറഞ്ഞത്. ഞാനിപ്പോൾ NH66 2-3 വർഷമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. പണി നടക്കുന്നില്ലെന്നല്ല, ചില സ്ഥലങ്ങളിലൊക്കെ പണിയാതാണ്ടൊക്കെ പൂർത്തിയായി. കാസർഗോഡ്, മാഹി ഇവിടെയൊക്കെ പണിയാതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എന്നാലും കുറേ നാളായല്ലോ പണി തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ഏതാണ്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ കാണാൻ തുടങ്ങിയത് ഇതിൻ്റെ റോഡിൻ്റെ സൈഡിൽ അളവെടുത്ത് കുറ്റിയൊക്കെ അടിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് 2 വർഷത്തിനുള്ളിലാണ്. അതിനുശേഷമാണ് ഈ കാണുന്ന പണികളൊക്കെ നടന്നിരിക്കുന്നത്. ഇവിടെ പിന്നെ കേരളത്തിലെ പോലെയല്ല. കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉണ്ടല്ലോ. റോഡിനോട് ചേർന്നാണ് പൊതുജനങ്ങളുടെ കടയും വീടും ഒക്കെ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. റോഡിന് ഇരുവശവും കുറേയേറെ സ്ഥലം വിട്ടതിന് ശേഷമാണ് മിക്കവാറും സ്ഥലത്തൊക്കെ പൊതുജനങ്ങളുടെ സ്ഥലം വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, സ്ഥലം ഏറ്റെടുക്കുക, ഇങ്ങനെയുള്ള പണികളൊക്കെ ഇവിടെ കുറച്ചേ വരുന്നുള്ളൂ. ഇല്ലയെന്നല്ല, ചില സ്ഥലത്തൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. വീടുകളും കടകളും ഒക്കെ ഇടിച്ച് കളഞ്ഞേക്കുന്നത് കാണുന്നുണ്ട്. എന്നാലും കേരളത്തിൻ്റെ അത്രയും ഇല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ സ്ഥലമൊക്കെ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ നല്ല ഒന്നാന്തരം ഒരു വ്യൂ പോയിന്റ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാർക്കള ഭാഗത്തൊക്കെ ഈ റോഡിൻ്റെ പണി ഏതാണ്ടൊക്കെ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആത്തൂർ ഫെസ്റ്റിന് പോയപ്പോൾ പുതിയ റോഡിലൂടെയാണ് വണ്ടി ഓടിച്ചു പോയത്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അതിൻ്റെ അകത്ത് ആ റോഡിൻ്റെ പണികളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ മംഗലാപുരം സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മാംഗ്ലൂർ സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. മാംഗ്ലൂർ സിറ്റിയിലെ ഹമ്പംകട്ടയിലുള്ള സിറ്റി സെൻറ്ററിലേക്കാണ് ഞങ്ങൾ പോകുന്നത്.
क्या चीज़ है? हाँ कोई बात नहीं. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മംഗലാപുരം സിറ്റി മുഴുവനും കാണാം കണ്ടോ. ഇതാണ് മാംഗ്ലൂർ സിറ്റിയുടെ കാഴ്ച. അങ്ങനെ മാംഗ്ലൂർ ഹമ്പൻകട്ടയിലുള്ള സിറ്റി സെൻറ്റർ മോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ 7ാമത്തെ നിലയിലാണ് പാർക്കിംഗ് കിട്ടിയത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ലിഫ്റ്റ് വഴി 4ാമത്തെ നിലയിലേക്ക് വന്നു. ഇവിടെ 4ാമത്തെ നിലയിൽ മെയിനായിട്ടുള്ളത് ഈ കാണുന്നത് പോലെ ഒരു സൈഡിൽ ഫുഡ് കോർട്ടും മറു സൈഡിൽ സിനിമ തിയേറ്ററുമാണ്. ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഒരു സിനിമ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും വന്നിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചു, അകത്തേക്ക് കയറിയാൽ പിന്നെ ആദ്യത്തെ ജോലി പോപ്കോൺ വാങ്ങുക എന്നുള്ളതാണ്. ഞാൻ സിനിമ കാണാൻ വരുന്നത് തന്നെ മെയിനായിട്ട് പോപ്കോൺ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണെന്നറിയത്തില്ല, സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഈ ക്യാരമൽ പോപ്കോണിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇവിടെയും നല്ല കേട്ടോ. എവിടെ സിനിമ കാണാൻ പോയാലും എൻ്റെ മെയിനായിട്ടുള്ള ജോലി ഇതാണ്. അങ്ങനെ ഞങ്ങളെപ്പോലെ തന്നെ പലരും പോപ്കോണും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങി വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആദ്യത്തെ ഷോ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 1 മണിയുടെ ഷോയ്ക്കാണ് വന്നിരിക്കുന്നത്. പ്രേം ബ്ലൂ കാണാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ ഹോളിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൽ ഏതാണ്ട് 80% സ്റ്റുഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫിലിം കാണാനിരുന്നപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ഇത് സ്റ്റുഡൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫിലിം ആണല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിം ഉറങ്ങാതെ ഇരുന്ന് മുഴുവനും കാണുന്നത്. അല്ലെങ്കിൽ എൻ്റെ മെയിനായിട്ട് ജോലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്കോൺ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിക്കുക, അവിടെ ഇരുന്ന് ഉറങ്ങുക. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ജോലി. അങ്ങനെ സിനിമ കണ്ടിറങ്ങി പോപ്കോണും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ആർക്കും അധികം വിശപ്പൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. നേരെ മോളിൻ്റെ ഉള്ളിലെ തന്നെ ബാക്കി കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി അകത്തേക്ക് തന്നെ നടന്നു. ഈ മോളിനെ പറ്റി നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ മോളിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ ഒരു അടിപൊളി ട്രെയിൻ പോകുന്നത്. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല പല കാര്യങ്ങൾ ഈ മോളിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. മറ്റുള്ള മോളുകളിൽ ഉള്ളതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ ഇവിടെയും ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഷോപ്പിംഗ് നടത്താനുണ്ട്. ഷോപ്പിങ്ങിനായിട്ട് ആദ്യം വന്നിരിക്കുന്നത് പാൻറ്റലൂൺസിലേക്കാണ്. ഈ പാൻറ്റലൂൺസിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ നമ്മൾ 1500 രൂപ കൊടുത്തൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ ഇല്ലാത്ത സമയമാണെങ്കിലും 10% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് രണ്ട് കുർത്തീസും ലെഗിങ്സും ഒക്കെ എടുക്കാമെന്ന് കരുതിയാണ് വന്നത്. 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് ഉള്ളിൽ നല്ല നല്ല കുർത്തീസും ലെഗിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. ക്യാഷ് കൗണ്ടറിൽ എക്സ്ചേഞ്ച് പോളിസി എഴുതി വെച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റേതാണ് പാൻറ്റലൂൺസ്. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായിട്ടുള്ള റെഡിമെയ്ഡ് ഡ്രസ്സുകളും ഇന്നർ വെയറുകളും കൂടാതെ ഷൂസ്, ചപ്പൽസ്, ബാഗുകൾ, ഓർണമെൻറ്റ്സ്, കോസ്മെറ്റിക് ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാണ്. അങ്ങനെ ഇവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എസ്കലേറ്റർ വഴി താഴേക്ക് വന്നാൽ പാൻറ്റലൂൺസിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നിന്ന് നേരെ 5ാമത്തെ നിലയിൽ സ്പാർ ഹൈപ്പർ മാർക്കറ്റിലും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സ്പാർ ഹൈപ്പർ മാർക്കറ്റിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് നമ്മൾ ഏത് സിനിമയായിരുന്നു കാണാൻ പോയത്? പ്രേം ബ്ലൂ. ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പോയിട്ട് ഞാൻ ഉറങ്ങാതിരിക്കുന്നത്. ഉള്ള കാര്യം പറഞ്ഞാല് പോപ്കോണും കഴിച്ചു ഉറങ്ങുകയില്ല, കുറെ ചിരിക്കുകയും ചെയ്തു. അത് ശരി. നീ എന്താ പറയുന്നത് സിനിമയെ പറ്റി? അടിപൊളി സിനിമയല്ലേ? 2 ബക്കറ്റ് പോപ്കോണും ഒരു കുടം കൊക്കക്കോള. അതിന് അവളല്ലല്ലോ കഴിച്ചത്, നമ്മളെ കണ്ടില്ലേ? എന്നിട്ട് അവളെ പറയുന്നില്ല. സാധാരണ ഞാൻ പോപ്കോൺ കഴിക്കാനാ പോകുന്നത്, പക്ഷെ ഇന്ന് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ കുറെ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മൂടലിറങ്ങിയേ, കോടയായി ഇവിടൊക്കെ അല്ലേ? മഞ്ഞ് വീണിങ്ങനെ നടക്കുന്ന നല്ല വ്യൂ ഉണ്ട്. ഇപ്പൊ ഈ റോഡൊക്കെ ഇങ്ങ് പണി തീർന്നു കഴിയുമ്പോൾ നല്ല രസമാവും, നല്ല അടിപൊളിയാവും. ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലേത്.
മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്. ബൈ ബൈ.